Good morning, students. We are continuing our class addition and subtraction. Okay, I think all of you understand how we can add two or more numbers. Okay, in the previous class always we studied how we can add some of the numbers. Okay, for that add-ins and the sum are the new terms we studied. Okay, here we are going to study about the subtraction of large numbers. Okay, we are going to study about the subtraction of large numbers. For that, what do you mean by subtraction? We are going to study what do you mean by subtraction. What do you mean by subtraction? Subtraction means the difference. Subtraction means to find the difference between two numbers. Difference between two numbers. Okay. Sum എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആഡൻസ് തമ്മിലുള്ള ആൻസർ ആയിരുന്നു അല്ലേ? രണ്ട് ആഡൻസ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുന്ന രണ്ട് നമ്പേഴ്സ്, അതിൻ്റെ രണ്ടിൻ്റെ കൂടെ ആൻസറിനായിരുന്നു നമ്മൾ സം എന്ന് പറഞ്ഞത്. ഇവിടെ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ്, അതായത് രണ്ടും കൂടെ മൈനസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ചെയ്യുന്നതിനാണ് നമ്മൾ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ആ കിട്ടുന്ന ആൻസറിന് നമ്മൾ പറയുന്ന പേരാണ് ഡിഫറൻസ്. ഓക്കെ, ആ കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ആൻസറിന് പറയുന്ന പേരാണ് ഡിഫറൻസ്. രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? സം. ഹിയർ ഇറ്റ് ഈസ് ഡിഫറൻസ്. ഓക്കെ, ആൻഡ് there are some properties of subtraction. Properties of subtraction, which are the first property is when 0 is subtracted from a number, we get the same number. ഒരു നമ്പറിൽ നിന്ന് 0 മൈനസ് ചെയ്താൽ നമുക്ക് അതേ നമ്പർ തന്നെ കിട്ടും. ഫോർ എക്സാമ്പിൾ 4 മൈനസ് 0, അതായത് 4ൽ നിന്ന് 0 മൈനസ് ഫ്രം എന്ന് പറയുമ്പം രണ്ടാമതാണ് ആ നമ്പർ വരുന്നത്. ഓക്കെ, ഒരു നമ്പറിൽ നിന്ന് വേറൊരു നമ്പർ എന്നാണ് ഫ്രം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം 4 മൈനസ് 0 വി ഗെറ്റ് 4 ഇറ്റ് സെൽഫ്. അതായത് വെൻ വി സബ്ട്രാക്ട് 0 ഫ്രം എ നമ്പർ, കണ്ടോ, 0 ഒരു നമ്പറിൽ നിന്ന് മൈനസ് ചെയ്തപ്പോൾ വി ഗെറ്റ് ദ സെയിം നമ്പർ. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി. Okay, when we subtract 0 from a number, we get the same number. The second property, when a number subtracted from itself, ഒരു നമ്പർ അതേ നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ we get 0. Okay, when we subtract a number from itself, we get 0. This is the second property. And here is the third property. When we subtract 1 from a number, we get its predecessor. Okay, 8. 8 നിന്ന് 1 മൈനസ് ചെയ്യുമ്പം 7 കിട്ടി. 7 is the predecessor of 8 അല്ലേ? ജസ്റ്റ് ബിഫോർ ഉള്ള നമ്പറിനെയാണ് നമ്മൾ predecessor എന്ന് പറഞ്ഞത്. 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്നായിരുന്നു പറഞ്ഞത്? സക്സസർ. ഒരു നമ്പറിൻ്റെ തൊട്ട് അടുത്ത നമ്പർ കിട്ടും, അതായത് സക്സസർ കിട്ടും. ഇവിടെ എന്താണ്? ഒരു നമ്പറിൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ we get the predecessor of that number. Okay, and the fourth property, we cannot subtract a bigger number from a smaller number. ഒരു ബിഗ്ഗർ നമ്പർ സ്മോളർ നമ്പറിൽ നിന്ന് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് 4 പ്രോപ്പർട്ടീസ്. സബ്ട്രാക്ഷൻ്റെ 4 പ്രോപ്പർട്ടീസാണിത്. എന്താണ് സബ്ട്രാക്ഷൻ മീൻസ്? ദ ഡിഫറൻസ്. ഓക്കെ, രണ്ട് നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ നമ്മൾ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് ദ ഡിഫറൻസ്. ആൻഡ് ഹിയർ ആർ ദ പ്രോപ്പർട്ടീസ്. ദ ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് വെൻ വി സബ്ട്രാക്ട് 0 ഫ്രം എ നമ്പർ, വി ഗെറ്റ് ദ നമ്പർ ഇറ്റ് സെൽഫ്. ഒരു നമ്പർ 4 എന്നല്ല, ഏത് നമ്പർ എടുത്ത് നോക്കിക്കോ, 10ൽ നിന്ന് 0 മൈനസ് ചെയ്തു, വി ഗെറ്റ് 10. ഓക്കെ, പിന്നെ വെൻ വി സബ്ട്രാക്ട് എ നമ്പർ ഫ്രം ഇറ്റ് സെൽഫ്, ഒരു നമ്പറിൽ നിന്ന് അതേ നമ്പർ, ഏത് നമ്പർ എടുത്ത് നോക്കിക്കോ, ഒരു നമ്പറിൽ നിന്ന് അതേ നമ്പർ തന്നെ മൈനസ് ചെയ്താൽ വി ഗെറ്റ് 0. നെക്സ്റ്റ് പ്രോപ്പർട്ടി, വെൻ 1 ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ, 1 ഒരു നമ്പറിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ വി ഗെറ്റ് ഇറ്റ്സ് പ്രെഡിസിസർ, അതിൻ്റെ പ്രെഡിസിസർ കിട്ടും, തൊട്ട് മേളിലുള്ള നമ്പർ കിട്ടും. ആൻഡ് ദ ലാസ്റ്റ് വൺ, സോറി ദിസ് ഈസ് നോട്ട്,
we cannot subtract a bigger number from a smaller number. കണ്ടോ, ഫ്രം എന്ന് പറയുമ്പോൾ രണ്ടാമതായിരുന്നത് കിടക്കേണ്ടത്. ഒരു ബിഗ്ഗർ നമ്പറിൽ സ്മോളർ നമ്പറിൽ നിന്നൊരു ബിഗ്ഗർ നമ്പർ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. Okay, 9 minus 5, we can do that because 9 is bigger one and 5 is the smaller one. But we cannot subtract 9 from 5. Okay. And here we are going to study about minuend, subtrahend and difference. The terms, I think all of you know about minuend, subtrahend and difference. കഴിഞ്ഞ വർഷം പഠിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. minuend, subtrahend, difference. The bigger number, സബ്ട്രാക്ഷനിൽ നോക്കിക്കേ, ഇയർ ഇറ്റ് ഈസ് 9 minus 5. ഇവിടെ 5 minus 9 ആണ്, നമ്മൾ ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് 9 minus 5 എടുത്തു, ഈസ് ഈക്വൽ ടു 4 അല്ലേ. 9ൽ നിന്ന് 9 കയ്യിലെടുത്തിട്ട് അല്ലെങ്കിൽ 5 എടുത്തിട്ട് 9 ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് 4. 9ന് നമ്മൾ പറയുന്ന പേരാണ് ദ ബിഗ്ഗർ നമ്പർ. ദാറ്റ് മീൻസ് ദ നമ്പർ ഫ്രം വിച്ച് വി സബ്ട്രാക്ട്. ഈ നമ്പറിൽ നിന്നാണ് നമ്മൾ ഈ നമ്പർ മൈനസ് ചെയ്യുന്നത് അല്ലേ. ഈ നമ്പറിന് നമ്മൾ പറയുന്ന പേരാണ് minuend. ആൻഡ് ദിസ് നമ്പർ ഈസ് കോൾഡ് ആസ്, ഈ നമ്പറാണ് മൈനസ് ചെയ്യുന്നത്, ഈ വലിയ നമ്പറിൽ നിന്ന് ഈ നമ്പറാണ് മൈനസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദ നമ്പർ വിച്ച് ഈസ് സബ്ട്രാക്റ്റഡ്. ഈ നമ്പറിന് നമ്മൾ പറയുന്ന പേരാണ് subtrahend. Okay, and the answer is called as the difference. മനസ്സിലായോ? minuendും സബ്ട്രഹൻഡും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? minuend means the bigger number. That means the number from which we subtract. ഈ നമ്പറിൽ നിന്നാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. This is minuend. And this is subtrahend, that the number is subtracted. The number which is subtracted. ഈ നമ്പറാണ് ഈ നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ സബ്ട്രഹൻഡ് എന്ന് പറയും, ഇതിനെ നമ്മൾ ഡിഫറൻസ് എന്ന് പറയും. ഇൻ ഷോർട്ട്, minuend we write it as m, and the subtrahend we write it as s, and the difference we write it as d. ഓക്കെ, ഇത് നമുക്കറിയാം. minuendൽ നിന്ന് സബ്ട്രഹൻഡ് മൈനസ് ചെയ്യുമ്പം we got difference. And ഈ ഒരു ഇക്വേഷനകത്തു നിന്ന്, ഇതൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ക്ലാസ്സിൽ വരുമ്പോൾ ഇക്വേഷൻ എന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. എന്നാലും ഇതിൽ നിന്ന് നമുക്ക് ഇപ്പം minuend കണ്ടുപിടിക്കണം. സബ്ട്രഹൻഡും ഡിഫറൻസും തന്നിട്ടുണ്ട്, നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊക്കെ ഇത് ഒത്തിരി യൂസ് ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് ഡിഫറൻസ് പ്ലസ് സബ്ട്രഹൻഡ്. ആൻഡ് ഫ്രം ഹിയർ ദ സബ്ട്രഹൻഡ് ഇറ്റ് ഈസ് minuend മൈനസ് ഡിഫറൻസ്. ഓക്കെ, ദാറ്റ് ഈസ് ഈ മൂന്ന് സാധനം ഒന്ന് പഠിച്ചു വെച്ചേക്കണം. minuend മൈനസ് സബ്ട്രഹൻഡ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ്. minuend ഈസ് ഈക്വൽ ടു ഡിഫറൻസ് പ്ലസ് സബ്ട്രഹൻഡ്. ഡിഫറൻസിൻ്റെ കൂടെ സബ്ട്രഹൻഡ് ആഡ് ചെയ്യണം. And the subtrahend means it is minuend minus difference. Okay, these are the main points to remember. Okay, നമുക്ക് സബ്ട്രാക്ഷന് വേണ്ടി ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. Now we are going to study about the subtraction of these numbers. Subtract the following numbers. That is 9454 minus 3412. ഇത് നമുക്കറിയാം. ഇതിനകത്ത് ബോറോയിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ലിസൺ. 9454 minus 3412. 4 minus 2, 4 എന്ന്, അതായത് നമ്മുടെ സബ്ട്രഹൻഡിൻ്റെ നമ്പർ കയ്യിലെടുക്കണം. നിങ്ങൾ എങ്ങനെയാണ് സബ്ട്രാക്ഷൻ ഇത്രയും നാളും പഠിച്ചിരിക്കുന്നത് അതാണ്. അതിന് ഇതുവരെയും പഠിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ലിസൺ ഹിയർ, എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടതെന്ന്. ഓരോരുത്തർ ഓരോ വേയിലാണ് എടുക്കുന്നത്. അതായത് ചിലർ 4 നമ്മുടെ ഫിംഗേഴ്സിലെടുത്തിട്ട് 2 സബ്ട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ 5 കയ്യിലെടുത്തിട്ട് 1 സബ്ട്രാക്ട്, അങ്ങനെ ചിലർ ചെയ്യും. ചിലരെന്ത് ചെയ്യും, താഴത്തെ ഡിഫറൻസ് കയ്യിലെടുക്കും, ഈ സബ്ട്രഹൻഡ് കയ്യിലെടുക്കും, എന്നിട്ട് minuend കഴിഞ്ഞ് ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യും. ഓക്കെ, നമുക്ക് ഇതായിരിക്കും ഒന്നും കൂടെ നല്ലത്. കാരണം ഇവിടെ ബോറോയിങ് ഒക്കെ വരുമ്പം നമുക്ക് വലിയ വലിയ നമ്പേഴ്സ് മേളിൽ വരും, അതായത് 14ഉം 17ഉം ഒക്കെ വരും. അപ്പോൾ നമുക്കത് നമ്മുടെ കയ്യിലെടുക്കാനൊന്നും പറ്റില്ല. ചിലർ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വരച്ച് ചെയ്യും. ഇനി അത് ചെയ്യേണ്ട, കൊച്ചു ക്ലാസ്സിലായിരുന്നു അതൊക്കെ ചെയ്യേണ്ടത്. വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ഇതൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കിക്കേ. ടേക്ക് ദ സബ്ട്രഹൻഡ് നമ്പർ, താഴത്തെ നമ്പർ നമ്മൾ കയ്യിലെടുക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് 2, മേളിൽ 4 അല്ലേ. സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞത്. സോ ബാക്ക്വേർഡ് കൗണ്ടിങ്. 4 കഴിഞ്ഞ് ബാക്ക്വേർഡ് കൗണ്ട് ചെയ്തേ 3, 2. Understand? So the answer here is 2. Again we take 1.
5 കഴിഞ്ഞ് ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യണം. ഓക്കെ, ഇറ്റ് ഈസ് 4. ഹിയർ ഇറ്റ് ഈസ് 4 minus 4. നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി പഠിച്ചായിരുന്നു. ഒരു നമ്പറിൽ നിന്ന് അതേ നമ്പർ മൈനസ് ചെയ്താൽ വി ഗോട്ട് 0. And 9 minus 3. Take 3 on hand and backward counting from 9. That is 8, 7, 6. Okay, that is 6042 is the answer of this one. Understand? Yes, we are going to take the next one. 68,417 minus 9,815. ഓക്കെ, ഇങ്ങനെ തന്നെ ക്വസ്റ്റിനെ തന്നുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അഡീഷൻ ചെയ്ത പോലെ തന്നെ നമ്മൾ പ്ലേസ് വാല്യൂ കോളം വരച്ചിട്ട് വേണം സബ്ട്രാക്ട് ചെയ്യാൻ. ഓക്കെ, അന്നേരം എന്ത് ചെയ്യണം, വൺസിൻ്റെ പ്ലേസിൽ വൺസ്, ടെൻസിൻ്റെ പ്ലേസിൽ ടെൻസ്, അങ്ങനെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ട് മാത്രമേ സബ്ട്രാക്ട് ചെയ്യാൻ പാടുള്ളൂ. വി ആർ ഗോയിങ് ടു സബ്ട്രാക്ട് ദിസ് നമ്പർ. ഓക്കെ, 7 minus 5. എപ്പോഴും നോക്കണം മേളിൽ ബിഗ്ഗസ്റ്റ് നമ്പർ ആണോ സ്മോളസ്റ്റ് നമ്പർ ആണോ എന്ന്. Here is the biggest one. So we can clearly subtract 5 from 7. Okay, that is 7 in the 5 പോയാൽ 5 കയ്യിലെടുത്ത് 7 കഴിഞ്ഞ് backward 6, 5, 4, 3, 2. The answer is 2. 1 minus 1. We are subtracting the same number, that is 0. Here it is 4 minus 8. നോക്കിക്കേ, മേളിൽ 4 ആണ് വന്നിരിക്കുന്നത്, 8 ആണ് താഴെ. ദിസ് ഈസ് ദ സ്മോളർ വൺ അല്ലേ. 4 എന്ന് പറയുന്നത് സ്മോളർ ആണ് 8നേക്കാൾ. സോ വി വാണ്ട് ടു മേക്ക് ദിസ് 4 ബിഗർ. ഈ 4നെ നമുക്ക് ബിഗർ ആക്കണം. എങ്ങനെ ബിഗർ ആക്കുന്നേ? യെസ്, ടേക്ക് 1 ഫ്രം ദിസ് നമ്പർ. ഇവിടുന്ന് നമ്മൾ 1 എടുത്ത് ഇപ്പുറത്തോട്ട് കൊടുക്കാൻ പോവാണേ. അപ്പോൾ 4 എന്തായിട്ട് മാറും? 4 എന്നുള്ളത് 14 ആകും. 1 കൊടുക്കാൻ 1 ആഡ് ചെയ്യാന്നല്ല, ഇതിൻ്റെ സൈഡിലോട്ടിട്ട് അതിനെ ബിഗ് ആക്കുക. 14 ആയി. അപ്പോൾ ഇതെന്ത് പറ്റും? 8 എന്നുള്ളത് 7 ആയിട്ട് മാറും. മനസ്സിലായോ? അതായത് ഈ 4 എന്ന് പറയുന്നത് സ്മോളറാണ്. സ്മോളറിനെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. സോ വി മേക്ക് ഇറ്റ് ബിഗ്ഗസ്റ്റ്, ലൈക്ക് 14. 14 ആക്കണമെങ്കിൽ എവിടുന്ന് 14 കിട്ടണം? തൊട്ടിപ്പുറത്തെ നമ്പറിൽ നമ്മൾ ബോറോ ചെയ്തു. അപ്പോൾ ഈ 8 എന്നുള്ളത് എന്താ പറയുക, 8 എന്നുള്ളത് അവിടുന്ന് 1 എടുത്തു കഴിഞ്ഞാൽ പിന്നെ 7 ഉള്ളൂ അവിടെ. സോ വി റൈറ്റ് 7 ഹിയർ. ദിസ് ഈസ് 14 minus 8. ഇപ്പം നോക്കിയാൽ കയ്യെ 14 എടുക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വി ടേക്ക് 8. ഓക്കെ, വി ആർ ഗോയിങ് ടു ടേക്ക് 8 ഹിയർ. ആൻഡ് 14 കഴിഞ്ഞ് ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യാൻ പോവാണേ. 8 ഉണ്ട് നമ്മുടെ കയ്യിൽ, 8 ഉണ്ട്. 14 കഴിഞ്ഞ് നമ്മൾ ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യാൻ പോവാം. 13, 12, 11, 10, 9, 8, 7, 6. The answer is 6. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾ ഏതെങ്കിലും മെത്തേഡിൽ വേറെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, യു ക്യാൻ ഡു ലൈക്ക് ദാറ്റ്. നൗ 7 minus 9. നോ, 7 സ്മോളസ്റ്റ് ആണല്ലേ. 7ൽ നമുക്ക് 9 മൈനസ് ചെയ്യാൻ പറ്റില്ല. സോ ടേക്ക് 1 ഫ്രം 6. അപ്പോൾ 6 എന്തായിട്ട് മാറി? 5 ആയിട്ട് മാറി. ഓക്കെ, ദിസ് 7 വിൽ ചേഞ്ച് ആസ് 17. 7 എന്തായിട്ട് മാറി? 17 ആയിട്ട് മാറി. അണ്ടർസ്റ്റാൻഡ്? നൗ ഹിയർ ഇറ്റ് ഈസ് 17 minus 9. 17ൽ നിന്നാണ് 9 മൈനസ് ചെയ്യേണ്ടത്. ഫോർ ദാറ്റ് ടേക്ക് 9 ഇൻ യുവർ ഹാൻഡ്. ഓക്കെ, 9 നമ്മൾ കയ്യിലെടുത്തു. എന്നിട്ട് നമ്മൾ 17 കഴിഞ്ഞ് ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യാൻ പോണേ. 16, 15, 14, 13, 12, 11, 10, 9, 8. Yes, here it is 8. And ഇതിൻ്റെ 5 കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യാനില്ല. സോ യു റൈറ്റ് 5 ലൈക്ക് ദാറ്റ്. സോ ദ ആൻസർ ഈസ് 58,602. മനസ്സിലായോ? അതായത് നമുക്ക് ബോറോ ചെയ്യണേ തൊട്ടിപ്പുറത്തെ നമ്പറിൽ നിന്ന് വേണം ബോറോ ചെയ്യാൻ. അവിടുന്ന് ബോറോ ചെയ്യുമ്പോൾ ഓർത്തോണം, ഏത് നമ്പറിൽ നിന്നാണോ നമ്മൾ 1 എടുത്തത് ആ നമ്പർ അതിൻ്റെ ജസ്റ്റ് ബിഫോർ നമ്പറായിട്ട് മാറും. 8 എന്നുള്ളത് 7 ആകും, 6 എന്നുള്ളത് 5 ആകും. ഓക്കെ, അങ്ങനെ ചേഞ്ച് ആവും. എന്നിട്ട് വേണം സബ്ട്രാക്ട് ചെയ്യാൻ. സബ്ട്രാക്ഷനൊക്കെ എപ്പോഴും കൊച്ചു ക്ലാസ്സിലൊക്കെ എല്ലാവരും തെറ്റിക്കുന്നതാണ്. ബോറോയിങ് ഒക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യരുത്. ശരിക്കും പഠിച്ചോണം ഇത് കേട്ടോ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ദ നെക്സ്റ്റ് പ്രോബ്ലം. 3, 4, 5, 7, 1, 2. That is 3,45,712 minus 2,78,145. We are going to subtract this. ഞാൻ കുറച്ചുകൂടി കൊണ്ട് നീക്കി വലുതാക്കി എഴുതി കയറാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തെറ്റിപ്പോകും. 1s, 10s, 100, 1000, 10,000, lakh place. 1s place it is 2. 1, 7, 5, 4, 3 minus 5, 4, 1, 8, 7, 2. ഇത് നമ്മൾ എന്തിനാന്ന് വെച്ചാൽ കുറച്ചുകൂടെ ബോറോയിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. 2 minus 5 പറ്റുമോ? ഇല്ല, ബിക്കോസ് 2 ഈസ് സ്മോളർ. സോ യു ടേക്ക് 1
ഫ്രം ദിസ് വൺ, ഈ വണ്ണിൽ നിന്ന് നമ്മൾ വൺ എടുക്കാൻ പോകും. വണ്ണിൽ നിന്ന് വൺ എടുത്തുകൊണ്ട് പോയാൽ ബാക്കി എത്ര ഉണ്ട്? യെസ്, ഇറ്റ് ഈസ് 0 ഓൺലി. ബട്ട് ദിസ് 2 ചേഞ്ചസ് ആസ് 12 അല്ലേ? 2 എന്നുള്ളത് 12 ആയിട്ട് ചേഞ്ച് ആയി. ദെൻ ടേക്ക് 5. 12 കഴിഞ്ഞിട്ട് 11, 10, 9, 8, 7. ഇറ്റ് ഈസ് 7. ബട്ട് ഹിയർ ഈസ് 0. 0 എന്ന് ഒരിക്കലും 4 പോവില്ല അല്ലേ? 0 സ്മോളസ്റ്റ് ആണ്. സോ യു ടേക്ക് 1 ഫ്രം ഹിയർ. ഇവിടുന്ന് 1 എടുത്തു, ചേഞ്ച് ഇറ്റ് ആസ് 10 അല്ലേ? 0യുടെ തൊട്ടിപ്പുറത്തോട്ട് 1 ഇട്ട് കൊടുത്തു. അതിനെ നമ്മൾ 10 ആക്കി. അല്ലാതെ ഇതിൻ്റെ കൂടെ 0യോട് ആഡ് ചെയ്യുകയല്ല ചെയ്യുന്നത് കേട്ടോ. ഏത് നമ്പർ ഉണ്ട് അതിൻ്റെ സൈഡിലോട്ട് ആ നമ്പർ എഴുതി 1 അങ്ങ് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നൗ 10 minus 4. ടേക്ക് 4 in your hand. That is 10, 9, 8, 7, 6. Now 6 minus 1 is, it is 5 അല്ലേ? 6 കഴിഞ്ഞാൽ 5. 5 minus 8 ചെയ്യാൻ പറ്റുമോ? ഇല്ല. So take 1 from here. Now this changes as 3 and this becomes 15. Okay. Now 15 minus 8. Take 8 in your hand. 15, that is backward counting from 15, 14, 13, 12, 11, 10, 9, 8, 7. This is 7. Now this is 3 and 7. Take 1 from here to make this 13. That is, this becomes 2 and this is 13. Again 7 in your hand. Backward counting from 13, 12, 11, 10, 9, 8, 7, 6. This is 0. That is 67,567 is the answer. Understand? സബ്ട്രാക്ഷൻ പഠിച്ചോ? ബോറോയും ചെയ്തിട്ട് സബ്ട്രാക്ഷൻ പഠിച്ചോ? ഞാൻ 2 ഹോംവർക്ക് തരാം ഇതിനായി ബേസ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ട് ഞാൻ പറയുമ്പോൾ എനിക്ക് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. Now here is the next question. Listen. Subtract the number at the top of the table from each of the number in the left column. Write the difference in the right column. അതായത് കണ്ടോ, ഒരു കോളം കണ്ടോ ഇവിടെ? ഈ കോളത്തിൻ്റെ ഈ നമ്പറിൽ നിന്ന് ഈ നമ്പർ മൈനസ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സബ്ട്രാക്ട് ദ നമ്പർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ടേബിൾ ഫ്രം ഈച്ച് ഓഫ് ദ നമ്പർ. ഈ നമ്പറിൽ നിന്ന് ഈ നമ്പർ മൈനസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഇവിടെ എഴുതണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കിപ്പം ഇവിടെ സബ്ട്രാക്ട് ചെയ്യാനൊന്നും പറ്റില്ല. സോ we are going to write this in the notebook. This one and this one. We are going to write these two in our notebook. First I am going to subtract. ഇത് രണ്ടെണ്ണം നിങ്ങൾ തന്നെ ചെയ്തോണം. ഞാൻ അതിൻ്റെ ഇതൊരെണ്ണം ചെയ്ത് കാണിച്ചു തരാം. ദാറ്റ് ഈസ് 5,20,000 minus 33,487. ദാറ്റ് ഈസ് 5,20,000 minus 33,487. Now arrange this in place value chart. Ones, tens, 100, 1000, 10,000. And lakh, this is 6-digit number. Here arranging 0 in the ones place, next 0 in the tens place, next 0 in the hundreds place, 0 in the 1000 place, 2 in the 10,000 place, and 5 in the lakh place. Minus here 7 is in the ones place, 8 is in the 10th place, and 4 is in the hundreds place, and this is 3 and 3. We are going to subtract 0 minus 7. ചെയ്യാൻ പറ്റുമോ? നോ, വി കാൺ ഡു 0 minus 7. ഹിയർ ഓൾസോ 0. ബോറോ ചെയ്യണത് തൊട്ട് ഇപ്പുറത്തെ ഡിജിറ്റിൽ നിന്ന് എടുക്കാനാണ് പറഞ്ഞത്. ഇവിടുന്ന് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. വി ക്യാൻ ടേക്ക് 1 ഫ്രം ഹിയർ ഓൺലി. ഇവിടുന്നേ നമുക്കിനി 1 എടുക്കാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഒന്നും എടുക്കാൻ പറ്റില്ല, എല്ലാം 0ആണ്. അതിനെന്ത് ചെയ്യണം എന്ന് പറയാം. ഇവിടെ നമ്മൾ 1 എടുക്കുക. നൗ ദിസ് 2 ബിക്കംസ് 1 ബിക്കോസ് വി ടേക്ക് 1 ഫ്രം ഹിയർ. എന്നിട്ട് ഈ 2 നിന്ന് എടുത്ത 1 നമ്മൾ എന്ത് കൊടുക്കുന്ന അറിയാം? ഈ 0യ്ക്ക് കൊടുക്കും. നൗ ദിസ് ബിക്കം 10. കണ്ടോ, ഇങ്ങനെ പോകുള്ളൂ. ഇവിടുന്ന് ഒറ്റയടിക്ക് ചാടി ഇങ്ങനെ അറ്റത്തോട്ട് വരത്തില്ല. ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പേ ഇങ്ങോട്ട് വരത്തുള്ളൂ. ഇനി നമ്മൾ 10ൽ നമ്മൾ 1 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ 0യ്ക്ക് കൊടുത്തു. അപ്പോൾ ഇത് 10 ആയി. ഇനി നമ്മൾ ഇവിടുന്ന് നമ്മൾ 1 എടുത്തിട്ട് നമ്മൾ ഇതിന് കൊടുത്തു. നൗ ദിസ് ബിക്കം 10. ഇനി നമ്മൾ ഈ 10ൽ നിന്ന് 1 എടുത്തിട്ട്, അപ്പോൾ 10ൽ നിന്നൊക്കെ 1 എടുക്കുമ്പോൾ ഇവിടെ 9 ആവുന്നുണ്ട്. അതാണ് ഇവിടെ 9, 9, 9 എന്നൊക്കെ എഴുതിയേക്കുന്നത്. ഇവിടെ നമ്മൾ 10 കൊടുത്തു. മനസ്സിലായോ എങ്ങനെ വന്നതെന്ന്? 2ൻ്റെ അവിടെ ഉള്ളു നമുക്കിനി എടുക്കാൻ നമ്പർ. ഇവിടെയൊക്കെ സീറോസ് ആണ്, ഇത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ എന്ത് ചെയ്തു? ഇവിടുന്ന് 1 എടുത്തു. 2ൽ നിന്ന് 1 എടുത്ത് കഴിഞ്ഞപ്പോൾ ബാക്കി 1 ഉള്ളത് ഇവിടെ എഴുതി. ആ എടുത്ത 1 നമ്മൾ തൊട്ടിപ്പുറത്തെ 0യ്ക്ക് കൊടുത്തു. അപ്പോൾ ഇത് 10 ആയിട്ട് മാറി. ഇനി അവിടുന്ന് 1 എടുത്തപ്പോൾ ഈ 10 എന്നുള്ളത് 9 ആയി അല്ലേ? 10ൽ നിന്ന് 1 എടുത്താൽ 9 ആയിട്ട് നമ്മൾ ആ 1 എടുത്ത് നമ്മൾ ഈ 0യ്ക്ക് കൊടുത്തു. അപ്പോൾ ഇത് 10 ആയി. അങ്ങനെ നമ്മൾ ഇവിടം വരെ എത്തി. ഇനി 10ൽ നിന്ന് 7 മൈനസ് ചെയ്തു. 7ൽ ബാക്ക്വേർഡ് എടുത്ത് കൗണ്ട് ചെയ്യാമെങ്കിൽ വി ഗോട്ട് 3.
9 minus 8, it is 1. Here it is 9 minus 4. 9 കഴിഞ്ഞിട്ട് 8, 7, 6, 5. 9 minus 3, 8, 7, 6. Now here 1 minus 3. വീണ്ടും ചെറുത് വന്നു. നമുക്ക് ചെയ്യാൻ പറ്റില്ല. So you take 1 from here and this 4 will change as, 5 will change as 4. And this becomes 11. അല്ലേ? 1 എന്നുള്ളത് 11 ആയിട്ട് മാറി. 11ൽ നിന്ന് ഇനി 3 മൈനസ് ചെയ്യാൻ പറ്റും. Take 3. That is 11ൽ നിന്ന് 3 പോയാൽ 10, 9, 8. And write this 4 here. Understand? Now the answer is 4,86,513 is the answer of this subtraction. Okay? ഇങ്ങനെയാണ് സബ്ട്രാക്ഷൻ പോകുന്നത്. മനസ്സിലായോ? അപ്പം ഞാൻ 1-2 ഹോംവർക്ക് തരാം. എന്നിട്ടത് വീട്ടിൽ ഇരുന്ന് ചെയ്യണം. കറക്റ്റായിട്ടത് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.